ബിസിനസ് ലോകത്ത്, പ്രത്യേകിച്ച് വേഗത്തിൽ വളരുന്ന സാങ്കേതികവിദ്യയുടെ മേഖലയിൽ, തിളക്കവും അന്തസ്സത്തയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. തിളക്കം എന്ന് പറയുന്നത് ആളുകളെ ആകർഷിക്കുന്ന പരസ്യങ്ങളും ആരെയും മയക്കുന്ന തന്ത്രങ്ങളുമാണ്. പെട്ടെന്ന് വിജയം ആഗ്രഹിക്കുന്നവരെ ഇത്തരം മോഹനവാഗ്ദാനങ്ങൾ വേഗത്തിൽ ആകർഷിക്കും. എന്നാൽ അന്തസ്സത്ത എന്നത് ആ സ്ഥാപനത്തിന്റെ കരുത്തുറ്റ സാങ്കേതികവിദ്യയും വിശ്വസനീയമായ അടിസ്ഥാന സൗകര്യങ്ങളും സുസ്ഥിരമായ പ്രവർത്തന രീതിയുമാണ്. ഉപഭോക്താക്കൾക്ക് തുടർച്ചയായ മൂല്യം നൽകാൻ ഇത്തരം ഗുണങ്ങൾ അത്യാവശ്യമാണ്. മിക്ക ആളുകളും തുടക്കത്തിൽ തിളക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാറുണ്ട്. കാരണം ആകർഷകമായ പരസ്യങ്ങൾ നമ്മുടെ വികാരങ്ങളെ ഉണർത്തുകയും പുതിയൊരു മാറ്റത്തിന്റെ ഭാഗമാകാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വിപണിയിലെ ബഹളങ്ങൾക്കിടയിൽ ഇത്തരം തന്ത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ എളുപ്പമാണ്. അതുകൊണ്ടുതന്നെ പുതിയ ആളുകളെ കണ്ടെത്താൻ ഇത് സഹായിക്കും. എന്നാൽ വെറും തിളക്കം കൊണ്ട് മാത്രം ഒരു സ്ഥാപനത്തിന് ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായ കരുത്തില്ലാത്ത തിളക്കം ആകാശത്തിലെ വെടിക്കെട്ട് പോലെയാണ്. ഒരു നിമിഷം അത് അത്ഭുതപ്പെടുത്തും, പക്ഷേ തൊട്ടടുത്ത നിമിഷം അത് ഇരുട്ടിൽ അവസാനിക്കും. പുതുമ നഷ്ടപ്പെടുമ്പോഴോ എതിരാളികൾ സമാനമായ തന്ത്രങ്ങൾ പയറ്റുമ്പോഴോ ഈ തിളക്കം മങ്ങുന്നു. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കേണ്ടി വരുമ്പോഴോ വെറും ആകർഷണീയത കൊണ്ട് മാത്രം ഒരു ബിസിനസ്സിന് പിടിച്ചുനിൽക്കാൻ ആകില്ല. വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ദൂരം കൂടുമ്പോൾ ഉപഭോക്താക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുകയും ആ സ്ഥാപനം പാഴ്വാക്കുകളുടെ കേന്ദ്രമായി മാറുകയും ചെയ്യും. മറുവശത്ത്, അന്തസ്സത്തയുള്ള സ്ഥാപനങ്ങൾ തുടക്കത്തിൽ സാവധാനമേ വളരുകയുള്ളൂ. എങ്കിലും അവ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നവയാണ്. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്ത് അവയ്ക്കുണ്ടാകും. കൃത്യമായ സേവനങ്ങൾ നൽകുന്നതിലൂടെ അവർ ഉപഭോക്താക്കളുടെ ആഴത്തിലുള്ള വിശ്വാസം നേടിയെടുക്കുന്നു. അവർ നിർമ്മിക്കുന്ന ശക്തമായ സംവിധാനങ്ങൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് അനുകരിക്കാൻ കഴിയില്ല എന്നത് അവരുടെ വലിയ നേട്ടമാണ്. സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ ആഭ്യന്തര ഘടന തന്നെയാണ്. അത് ആ സ്ഥാപനത്തിന്റെ നാഡീവ്യൂഹം പോലെയാണ്. ഈ കരുത്ത് ഒരുപക്ഷേ പുറമേ നിന്ന് കാണാൻ കഴിയില്ലെങ്കിലും പുതുമകൾക്കും ഭാവിയിലെ വളർച്ചയ്ക്കും ഇത് വഴിയൊരുക്കുന്നു. എന്നാൽ തിളക്കത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നവർ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളെ ഗൗരവമായി കാണാറില്ല. ഇത് ആത്യന്തികമായി ആ സ്ഥാപനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. യഥാർത്ഥത്തിൽ വിജയിക്കുന്ന സ്ഥാപനങ്ങൾ തങ്ങളുടെ അന്തസ്സത്തയെ പുറംലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തിളക്കമുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ആപ്പിൾ, ആമസോൺ, എൻവിഡിയ തുടങ്ങിയ ആഗോള സ്ഥാപനങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. അവർ ആദ്യം കരുത്തുറ്റ സംവിധാനങ്ങൾ കെട്ടിപ്പടുത്തു, അതിനുശേഷം അവ ജനങ്ങളിലേക്ക് എത്തിച്ചു. ചുരുക്കത്തിൽ, തിളക്കം ആളുകളെ ആകർഷിക്കുമെങ്കിലും അന്തസ്സത്തെയാണ് ഒരു വലിയ പാരമ്പര്യം കെട്ടിപ്പടുക്കുന്നത്. വിശ്വാസ്യതയും ഗുണനിലവാരവുമാണ് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ മൂല്യം. ആദ്യം കരുത്തുറ്റ അടിത്തറ പണിയുക, എങ്കിൽ മാത്രമേ നിങ്ങൾ നൽകുന്ന തിളക്കത്തിന് അർത്ഥമുണ്ടാകൂ. ഈ മഹത്തായ സാങ്കേതിക വിദ്യ കെട്ടിപ്പടുക്കുന്ന ആഷ് മുഫാരെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഈ വിജയകരമായ യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു.